മുസ്ലിം ലീഗിൻ്റെ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വിവാദങ്ങളോട് ഭൂമി വാങ്ങിയതിലടക്കം തോട്ടം ഭൂമിയാണെന്ന തരത്തിലുള്ളതുകൊണ്ട് ഒപ്പം തന്നെ ഈ പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിലും ചില ആരോപണങ്ങൾ വരുന്നുണ്ട്. എന്താണ് അതിലും ഒരു വ്യക്തത വരുത്താനുള്ളത്? അല്ല, സത്യത്തിൽ വളരെ എന്താ പറഞ്ഞ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരുപാട് ആളുകൾ, കുടുംബങ്ങൾ ഭവനങ്ങളില്ലാതെ പുറത്തു നിൽക്കുമ്പോൾ അവർക്ക് ഭവന നിർമ്മാണം നടത്താൻ തന്നെ നടത്തിയ പ്രൊജക്റ്റാണ്. ഈ ഭൂമി വാങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ മുസ്ലിം ലീഗ് ഗവൺമെൻറ്റിൻ്റെ ഭൂമി എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. പ്രതിപക്ഷത്തുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി റവന്യൂ മന്ത്രിയോടും മുഖ്യമന്ത്രിയോടും ഒക്കെ ചർച്ച ചെയ്ത് ആ ഭൂമി അലോട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അലോട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു, ഒരു പ്രാധാന്യമുള്ളൊരു വിഷയം. ആ ഭൂമി ഒരു ബസ് റൂട്ടിലായിരിക്കണം, കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ള സൗകര്യം ഉണ്ടാകണം. നമ്മൾ ആർക്കെങ്കിലും നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ജനങ്ങളാണ് അവർ, വലിയ വീടുകളിൽ നല്ല രീതിയിൽ ജീവിച്ചു മുഴുവനായി പോയവരാണ്. അപ്പോൾ അവരന്ന് ജീവിച്ച നിലവാരത്തിൽ എത്താൻ പറ്റിയില്ലെങ്കിലും അതിനോട് കിടപിടിക്കുന്ന തരത്തിൽ ഒരു ബസ് റൂട്ടിലുള്ള നല്ല ഭൂമി കൊടുക്കാനാണ് തീരുമാനിച്ചത്. ഞങ്ങളത് സജസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെ ഭൂമി ഞങ്ങൾ മേടിക്കുമ്പോൾ ഒരു PWD റോഡിൻ്റെ ഫ്രണ്ടേജിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ്, ബസ് റൂട്ടിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ്, കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള പ്രോപ്പർട്ടിയാണ് ഞങ്ങൾ മേടിച്ചിരിക്കുന്നത്. അത് കണ്ടിന്യൂസ് ആയിട്ട് 11.22 ഏക്കർ ഭൂമിയാണ് സബ് കമ്മിറ്റി വാങ്ങിയത്. അതിനവിടെ തൊട്ട് എതിർവശത്തുള്ള ഭൂമികൾക്കൊക്കെ 2 ലക്ഷവും 2.25 ലക്ഷവും ഒക്കെ ചോദിക്കുന്നുണ്ട്. അത് അങ്ങനെ നിൽക്കുന്നൊരു ഭൂമി 1 ലക്ഷത്തിൽ അല്പം മുകളിൽ 1.10 എന്ന ലെവലിലേക്കാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്തൊക്കെ അതൊരു അനാവശ്യമായ വിവാദമാണ്. പിന്നെ തോട്ടം ഭൂമി എന്ന ക്വസ്റ്റ്യനകത്ത് എറേസ് ചെയ്യില്ല, അതിനെക്കുറിച്ച് അറിവില്ലാതെയാണ് ഈ പറയുന്നത്. കാരണം ഈ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്ത് സെയിൽ ചെയ്ത ആളുകൾക്ക് മിച്ചഭൂമി ഇല്ലാത്തവരാണ്. അവർക്ക് തോട്ടം ഭൂമിയും കൂടെ കൂട്ടി നോക്കുക, അവരുടെ കൈവശമുള്ള തോട്ടം അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ സൈറ്റ് എല്ലാം കൂടെ ചേർത്താലും ആ കുടുംബത്തിന് 15 ഏക്കർ കൂടുതൽ ഭൂമിയില്ല. അപ്പോൾ അത്തരം കുടുംബങ്ങളിൽ നിന്ന് മേടിച്ചാൽ ഇതിൻ്റെ റൈഡർ വരില്ല എന്ന ജഡ്ജ്മെൻറ്റ്സ് ഉണ്ട്. കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്. അവരുടെ നിന്ന് ഏത് ഭൂമി വാങ്ങാം. അതൊരു കുടുംബത്തിന് 15 ഏക്കറിൽ കൂടുതൽ ഹോൾഡ് ചെയ്യാത്ത ഉടമസ്ഥന്മാരിൽ നിന്ന് ഏത് ഭൂമിയും വാങ്ങാം. അങ്ങനെ അതാണ് നമ്മളതിനകത്തൊരു ക്രൈറ്റീരിയ ആയിട്ട് നോക്കിയതും. ആ കിട്ടിയ ഭൂമി നമ്മൾ ബിൽഡിംഗ് പെർമിറ്റിന് വേണ്ടി പോകുമ്പോൾ ഇപ്പോൾ തന്നെ എല്ലാ ജഡ്ജ്മെൻറ്റ്സും അങ്ങനെ വരുന്ന ഭൂമികൾക്ക് ബിൽഡിംഗ് പെർമിറ്റ് അപ്പോൾ തന്നെ കൊടുക്കണം. തോട്ടം ഭൂമിയാണെന്ന് മാറ്റി വെക്കാൻ പറ്റില്ല എന്നുള്ള ജഡ്ജ്മെൻറ്റ്സ് എല്ലാ ദിവസവും എൻട്രി മോഡേഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുക കൂടി. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു കേസ്. പിന്നെ പാർട്ടി വാങ്ങിയ, മുസ്ലിം ലീഗ് ഭൂമി വാങ്ങിയപ്പോൾ എന്തുകൊണ്ടത് ഇങ്ങനെ രജിസ്റ്റർ ചെയ്തു മുസ്ലിം ലീഗിൻ്റെ പേരിൽ എന്നൊക്കെ ചോദിച്ചാൽ, മുസ്ലിം ലീഗ് പിന്നെ ജനപ്രാതിനിധി നിയമത്തിൻ്റെ 29A വകുപ്പ് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ഇപ്പോൾ സംഭാവനകൾ സ്വീകരിക്കുന്നത് ജനപ്രാതിനിധ്യത്തിൻ്റെ സെക്ഷൻ 29B പ്രകാരമാണ്. അത് ഡിക്ലറേഷൻ കൊടുക്കേണ്ട സംഭാവനകളാണ്. അത് സംബന്ധിച്ചിട്ടുള്ള അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പർച്ചേസ് പാർട്ടി കാണിക്കണം. അതുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ പേരിൽ മാത്രമേ അത് വാങ്ങാൻ സാധിക്കുള്ളൂ. അല്ലാതെ സാധാരണ ആളുകൾ പിന്നെ എന്താ പറഞ്ഞ ഫെയർ വാല്യൂ വെച്ചോ അല്ലെ അണ്ടർ മണി കൊടുത്തിട്ടോ ഒക്കെ മേടിക്കുന്നതൊന്നും ലീഗിന് മേടിക്കാൻ പറ്റില്ല. ലീഗ് കൊടുത്ത പണം മുഴുവൻ അക്കൗണ്ടിൽ കൂടെ ട്രാൻസ്ഫർ ചെയ്യുകയും ആ മുഴുവൻ തുകയ്ക്കും സ്റ്റാമ്പ് പാർട്ടി വാങ്ങി അങ്ങനെ തന്നെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതൊന്നും ഒരു തെറ്റില്ല. അത് രാജ്യത്തെ നിയമങ്ങൾ ഫോളോ ചെയ്യേണ്ടത് അങ്ങനെ തന്നെയാണ്. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം സുതാര്യതയുണ്ട്. അനാവശ്യമായി ഇത്തരമൊരു വിഷയത്തിലും വിവാദങ്ങൾ എടുത്തുകൊണ്ട് വരുന്ന ആളുകൾ എനിക്ക് പറയാനുള്ളൊരു കാര്യമുള്ളൂ, ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് പരിപൂർണമായി പഠിക്കണം. അതിൻ്റെ ഒരു പാർഷ്യലായിട്ട് അല്ലെങ്കിൽ വളരെ എന്തെങ്കിലും അറ്റവും മൂലയൊക്കെ പഠിച്ചിട്ട് അത് സംബന്ധിച്ചിട്ട് ഇത് കുഴപ്പമാണെന്ന് പറയരുത്. ഒരു വാക്കുകൂടെ ഞാൻ പറയാം. ഇപ്പോൾ ഇഷ്യൂ ചെയ്തിരിക്കുന്ന നോട്ടീസ് ലാൻഡ് റിഫോംസ് ആക്ടിൻ്റെ സെക്ഷൻ 105 പ്രകാരമുള്ള നോട്ടീസാണ്. നിങ്ങൾ 105 വായിച്ച് നോക്കണം. ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനുള്ള നോട്ടീസാണ്. അതിനകത്ത് 2 ഇൻഫർമേഷനാണ് ചോദിക്കുന്നത്. ഈ ഭൂമി വിറ്റ ആളുകൾ, അവർക്ക് എത്ര ഭൂമി അവർക്ക് ആകെ ഉണ്ട്, അതാണ് അവർ പറയേണ്ടത്. 1. 2, അത് ആ കുടുംബത്തിൽ എത്ര അംഗങ്ങളുണ്ട്, അതാരൊക്കെ. ഈ ചോദ്യം എന്തിനാണ് ചോദിക്കുന്നത്? ചോദ്യം ചോദിക്കുന്നതിന് പർപ്പസ് ഈ പറഞ്ഞ ലാൻഡ് റിഫോംസ് ആക്ടിൻ്റെ സെക്ഷൻ 87 പ്രകാരം, 87ൻ്റെ 2ാമത്തെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. അത് പ്രകാരം കാൽക്കുലേഷൻ നടത്തണം. ഈ ഡാറ്റ വെച്ചിട്ട് അവർക്ക് മിച്ചഭൂമി ഉണ്ടോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. അവർക്ക് മിച്ചഭൂമി ഇല്ല എന്ന് ഉറപ്പാക്കിയിട്ടാണ് നമ്മൾ വാങ്ങിയത്. അതാണ് നമ്മുടെ കോൺഫിഡൻസ്. പിന്നെ ഗവൺമെൻറ്റിന് വേണമെങ്കിൽ പല ടെക്നിക്കാലിറ്റിയും പറഞ്ഞ് മുന്നോട്ട് തള്ളിക്കൊണ്ട് പോകാനൊക്കെ ശ്രമിച്ചേക്കാം. അത് നമ്മൾ നിയമപരമായിട്ട് നേരിടും. ഇപ്പോൾ ഗവൺമെൻറ് വാങ്ങിയ ഭൂമിക്കായാലും ശരി, ഗവൺമെൻറ് ചെയ്യുന്നിടത്തായാലും ശരി, മറ്റൊരാൾ ചെയ്യുന്നിടത്തായാലും ശരി, ആർക്ക് വേണമെങ്കിലും പരാതി കൊടുക്കാമല്ലോ. ഇതൊരു പരാതി കൊടുക്കാനുള്ള ധൈര്യം കാണിക്കുകയാണ് ആ പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ള ആളുകൾ. അതായത് പാവപ്പെട്ട ജനങ്ങൾക്ക് വീട് കൊടുക്കുന്നതിനെ തടസ്സപ്പെടുത്താനുള്ള പരാതി കൊടുക്കുന്നതിൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, ആ മൈൻഡ് സെറ്റാണ് ഇമ്പോർട്ടൻറ്റ്. അത് ഞങ്ങളെ സംബന്ധിച്ച്, ഈ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചും ഞങ്ങൾ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനം ദൈവികമായതാണ്. ഈശ്വരൻ്റെ അടുത്തു നിന്ന്, ദൈവത്തിൻ്റെ അടുത്തു നിന്നുള്ള പുണ്യം ഒന്നാമതായി ഞങ്ങൾ കാണുന്നവരാണ്. കാരണം ഞങ്ങളുടെ പാർട്ടിയുടെ ബൈലോയിലെ ഒരു ഒബ്ജക്റ്റീവാണത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഡയാലിസിസ് സെൻറ്റേഴ്സ് നടത്തുന്നു, പാലിയേറ്റീവ് സെൻറ്റേഴ്സ് നടത്തുന്നു, 500ഓളം ആംബുലൻസുകൾ നമ്മൾ നടത്തുന്നു. ഇതെല്ലാം പരസ്യപ്പെടുത്തി ചെയ്യുന്ന കാര്യങ്ങളല്ലല്ലോ. ഇതൊക്കെ ചെയ്യുന്നത് ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. അതിന് നിയമപരമായ പ്രൊട്ടക്ഷൻ ഉണ്ടാകും. പിന്നെ
ജഗദീശ്വരൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാകുമെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അതിന് തടസ്സം ഉണ്ടാവില്ല. ഇപ്പോൾ ഈ സർക്കാരും ഒപ്പം തന്നെ സർക്കാരിൻ്റെ ഭാഗമായ ആളുകളും എടുത്തിരിക്കുന്ന നിലപാടുകൾ അത് ഈ മുസ്ലിം ലീഗിൻ്റെ ഒരു പദ്ധതിയെ അതിനെ തുരങ്കം വയ്ക്കുന്നതാണോ? അല്ല, മുസ്ലിം ലീഗ് എന്ന പൊളിറ്റിക്കൽ പാർട്ടി ഇതിന് മാത്രമല്ല എല്ലാത്തിനും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തും. ചിലപ്പോൾ ഒരുപക്ഷെ അവരങ്ങനെ ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ മുസ്ലിം ലീഗ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിന് പൊളിറ്റിക്കലി എന്തെങ്കിലും അവർക്ക് ലാഭം കിട്ടുമോ നഷ്ടം കിട്ടുമോ എന്നുള്ള ചിന്തിച്ചിട്ടാണ് ഈ ചെയ്യുന്നത്. അതിന് ഏറ്റവും നല്ല മാർഗം അവർ ചെയ്യലാണ്. അത് ചെയ്യാനും കഴിയില്ല, മുസ്ലിം ലീഗ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ആക്ഷൻ അവർക്ക് ചെയ്യാം. പക്ഷേ 600 കുടുംബങ്ങൾ നന്നായി നമ്മളൊക്കെ ജീവിക്കുന്നതിനെക്കാട്ടിലും അല്ലെ അതുപോലെ നിലവാരത്തിൽ ജീവിച്ചിരുന്ന ആളുകൾക്ക് ഇന്ന് കിടപ്പാടമില്ല. അവർ സമരം ചെയ്തു. കഴിഞ്ഞ ദിവസം ഒരു സമരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ആ സമരം ചെയ്തു, അവർക്കൊരു 300 രൂപയുടെ ഡെയിലി അഡ്വാൻസ് പോലും കൊടുക്കാതെ സമരം ചെയ്തപ്പോൾ അവർക്കെതിരെ ക്രൈം എടുത്തു. 6 പേരെ പ്രതിയാക്കി. അതിൽ 5 പേർക്ക് വീട്ടിൽ 2 പേരെങ്കിലും മിനിമം നഷ്ടപ്പെട്ടവരാണ്. അവർ ആരോട് ചോദിക്കുക? പക്ഷേ അവർക്ക് ബെയിൽ കൊടുത്തപ്പോൾ ഒരു കണ്ടീഷൻ വെപ്പിച്ചു, ഇനി സമരം ചെയ്യില്ല എന്ന്. അത് ഞങ്ങൾ തരാൻ ഞങ്ങളോട് ചോദിക്കാൻ അനുവദിക്കുമില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനെ വരെ കട്ടയിൽ ചെയ്യുന്ന പ്രവർത്തനം നടത്തുന്നവർക്ക് ആണോ ഈ പരാതി കൊടുക്കാൻ പാട്, ഇങ്ങനെ തടയാൻ പാട്? പക്ഷെ നമ്മളതിനെ നിയമപരമായി തന്നെ നേരിടും.